പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുടുംബകലഹങ്ങൾക്കിടയിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ ബന്ധങ്ങളിൽ ചിലത് നമ്മുടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളുമായാണ്. നമ്മൾ രക്തബന്ധമുള്ളവരായിരിക്കാം, പക്ഷേ നമ്മൾ വ്യത്യസ്ത ഗ്രഹങ്ങളിൽ നിന്നുള്ളവരാണെന്ന് തോന്നുന്ന ദിവസങ്ങളും സാഹചര്യങ്ങളും നമുക്കുണ്ടാകും. മിക്ക ആളുകളും ടെൻഷൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും സംഘർഷം അനിവാര്യമായും കടന്നു വരും. നമ്മുടെ കുടുംബം ശിഥിലമാകുന്നത് പോലെ തോന്നുമ്പോൾ കർത്താവിൽ ശക്തി കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കുന്ന പ്രാർത്ഥനയാണ് നാം ഇന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്കായി, നമ്മുടെ കുടുംബങ്ങൾക്കായി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കർത്താവായ ദൈവമേ, പരസ്പര തെറ്റുകൾ ഒഴിവാക്കണമേ. ഞങ്ങളെ വ്രണപ്പെടുത്തുന്ന ആരോടും ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കാരണം കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചു, അതിനാൽ നിങ്ങളും മറ്റുള്ളവരോട് ക്ഷമിക്കണം. പിതാവായ ദൈവമേ, ചിലപ്പോൾ എൻ്റെ കുടുംബം എൻ്റെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ തകർന്നു പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഒന്നിച്ചു പോകുവാൻ, ഒത്തുചേരുവാൻ ഞാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നല്ല ദൈവമേ, എൻ്റെ കുടുംബം എനിക്ക് വരുത്തിവെച്ച വേദനയിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ എനിക്കാവശ്യമായ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ നിങ്ങൾ എന്നോട് ക്ഷമിച്ചതുപോലെ അവരോടും എങ്ങനെ ക്ഷമിക്കാമെന്ന് എന്നെ കാണിച്ചു തരണമേ. എൻ്റെ പ്രിയപ്പെട്ടവരുമായി ആരോഗ്യകരമായ അതിരുകൾ നിശ്ചയിക്കുവാനും ഇന്ന് അങ്ങയുടെ സ്നേഹം അവരോട് കാണിക്കുവാനും എന്നെ സഹായിക്കണമേ. കർത്താവ് നമ്മോട് പറയുന്നു, നിങ്ങളുടെ എല്ലാ ആകുലതകളും കരുതലും ദൈവത്തിന് നൽകുക, കാരണം അവൻ നമ്മെക്കുറിച്ച് കരുതലുണ്ട്. പിതാവായ ദൈവമേ, പരിശുദ്ധ അമ്മ വഴി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ അങ്ങ് ശ്രദ്ധാലുവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, എൻ്റെ ജീവിതത്തിൽ അടിയന്തരമായ സഹായം ആവശ്യമായി വരുമ്പോൾ ഞാൻ അമ്മയുടെ സന്നിധിയിൽ തേടിയണയുന്നു. പരിശുദ്ധ അമ്മേ, എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ അടിയന്തര സഹായവും ഇടപെടലും ആവശ്യമാണ്. ഞാനൊരു നിർണായകമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പരിശുദ്ധ അമ്മേ, സഹായത്തിനുള്ള എൻ്റെ നിലവിളി കേട്ട് എൻ്റെ വിഷമകരമായ സാഹചര്യത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഈ നിമിഷം നമ്മുടെ ഏറ്റവും ആവശ്യമായ പ്രതിസന്ധികളെ, ജീവിതത്തിൽ അടിയന്തര സഹായം ആവശ്യമുള്ള ആവശ്യങ്ങളെ ഈ നിമിഷം ഇവിടെ സമർപ്പിക്കുക. പരിശുദ്ധ അമ്മേ, ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികളെ, എൻ്റെ ജീവിതത്തിന് ആവശ്യമായ ആവശ്യങ്ങളെ ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു. അമ്മ അത് ഏറ്റെടുത്ത് ഞങ്ങൾക്കായി ഉത്തരം വാങ്ങിത്തരണമേ. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വിവേകം നൽകണമേ. എൻ്റെ ഭയങ്ങളും സംശയങ്ങളും മറികടക്കുവാനുള്ള ശക്തി നൽകണമേ. മുന്നിലുള്ള വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യം നൽകണമേ. എല്ലാ ധാരണകളെയും കവിയുന്ന സമാധാനം നൽകണമേ. അനിശ്ചിതത്വത്തിലൂടെ മുന്നേറുവാനുള്ള, ലക്ഷ്യം കണ്ടെത്തുവാനുള്ള മാർഗനിർദ്ദേശം നൽകണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിലും സ്നേഹനിർഭരമായ പരിചരണത്തിലും ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സഹായിക്കുവാൻ അങ്ങേ മാലാഖമാരെ അയക്കണമേ. എൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം നൽകണമേ. എനിക്ക് ആശ്വാസവും പ്രത്യാശയും തരണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ ജീവിതമാകുന്ന യാത്രയിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ എന്നെ സഹായിക്കുവാൻ വേറെ ആരുമില്ല. ഞാൻ എവിടെ പോകും? അമ്മയുടെ സന്നിധിയിൽ ഇതാ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തെ, എൻ്റെ ഭവനത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ആവശ്യങ്ങളെ അമ്മയുടെ കരങ്ങളിൽ തരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രതിസന്ധികളിൽ കർത്താവായ യേശുക്രിസ്തു വഴി
അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്കാവശ്യമായ അത്ഭുതങ്ങളും അടയാളവും ആന്തരിക സൗഖ്യവും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവം ഞങ്ങളുടെ സങ്കേതവും ശക്തിയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണുകൾ കർത്താവിലേക്ക് ഉയർത്തുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളെ പ്രലോഭനത്തിലേക്ക് നയിക്കരുതേ. ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ടതില്ല എന്ന കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുവാൻ എന്നും മനസ്സിൽ കൊണ്ടു നടക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധാമ്മേ, ഇപ്പോൾ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ ഭവനത്തിനെയും സഹായിക്കണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധാമ്മേ, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ആവശ്യങ്ങളിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അങ്ങേ ദൂതന്മാരെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അയക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആത്മാർത്ഥമായും സത്യസന്ധമായും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമായി പരിപാലിക്കണമേ. ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. തിരുവെഴുത്തുകളിൽ നിന്ന് മാർഗനിർദ്ദേശം തേടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. തുടർച്ചയായി പ്രാർത്ഥനയിലും നന്ദിയിലും വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഓർക്കുന്നു, ദൈവം എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട്. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി കർത്താവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഊർജ്ജസ്വലമുള്ളതാക്കി മാറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അരാജകത്വം ഉണ്ടാകുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. കുടുംബം എന്ന നിലയിൽ ഞങ്ങൾ അനുദിന സംഭവങ്ങളും ജീവിതത്തെ നിർവചിക്കുന്ന നിമിഷങ്ങളും ഉണ്ടാകുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സന്തോഷവും പ്രസാദകരവുമാക്കി മാറ്റണമേ. ഒരുമിച്ച് ജീവിക്കുവാനും പഠിക്കുവാനും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. സർവശക്തനായ പിതാവേ, ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവുമായുള്ള ശരിയായ ബന്ധത്തിന് ഞങ്ങളെ സഹായിക്കണമേ. കൃപയോടും ക്ഷമയോടും പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പ്രിയ കർത്താവേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. നല്ല സമയത്തും ചീത്ത സമയത്തും ഒരുമിച്ച് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ സാധാരണയിലും ലൗകികതയിലും വിലയേറിയതും അവിസ്മരണീയവുമായതിനാൽ അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. പരസ്പരം നിരുപാധ്യമായ സ്നേഹവും ക്ഷമയും കരുതലും പരിശീലിക്കുന്നതിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ട ദൈവമേ, എൻ്റെ കുടുംബത്തോട് സ്നേഹം പുലർത്തണമേ. എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹങ്ങളാലും കൃപകളാലും അത്ഭുതങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധാമ്മേ, എൻ്റെ ജീവിതത്തിൽ അടിയന്തരമായ സഹായവും മാർഗനിർദ്ദേശവും തേടി ഞാൻ നിരാശയോടെ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ തളർന്നു പോകുന്നു. ദയവായി കർത്താവായ ദൈവമേ, പരിശുദ്ധാമ്മേ, എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ. സഹായത്തിനായുള്ള എൻ്റെ നിലവിളി കേട്ട് എന്നിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരണമേ. ഓ കൃപാസനം പ്രസാദവര മാതാവേ, ഈ വിഷമകരമായ അവസ്ഥയിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമേ. എൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം നൽകണമേ. എനിക്ക് ജ്ഞാനവും വ്യക്തതയും നൽകണമേ.
അമ്മയുടെ സമാധാനത്തിലും സംരക്ഷണത്തിലും എൻ്റെ കുടുംബത്തെയും ഞങ്ങളെയും വലയം ചെയ്യണമേ. അമ്മയുടെ നന്മയിലും സ്നേഹനിർഭരമായ പരിചരണത്തിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാമ്മേ, എൻ്റെ പ്രാർത്ഥനകളും അപേക്ഷകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന്. തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചാൽ അവിടുന്ന് ഉത്തരം നൽകുമെന്ന വചനം പറയുന്നു. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ മുങ്ങിത്താഴുവാൻ ഇടവരുത്തരുത്. സ്ഥിരതയുള്ള ദിവസം ഞങ്ങൾക്ക് നൽകണമേ. ദൈവം ഞങ്ങളുടെ സങ്കേതവും ശക്തിയുമായതിനാൽ ഞങ്ങൾ ജീവിതത്തിൽ സ്ഥിരോത്സാഹത്തോടെ ശക്തിയോടെ മുന്നോട്ട് ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങളിൽ അന്വർത്ഥമാക്കണമേ. ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളോട് കൂടെയുണ്ടാകണമേ. ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരണമേ. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരണമേ. കർത്താവായ ദൈവമേ, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ പതറി നിൽക്കുമ്പോൾ അങ്ങേ ദൂതന്മാരെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അയക്കണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ മാതാവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളെ സംരക്ഷിക്കുവാൻ പരിശുദ്ധാമ്മേ, അമ്മയുടെ സ്നേഹത്തിൻ്റെ നീലാങ്കിയാൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. കർത്താവായ ദൈവം എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാമ്മേ, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ, പ്രതിസന്ധികളിൽ, ദുഃഖങ്ങളിൽ, പരാജയങ്ങളിൽ, സങ്കടങ്ങളിൽ, പതനങ്ങളിൽ, എൻ്റെ അവസ്ഥയിൽ എന്നെ സഹായിക്കുവാൻ ഇടപെടണമേ. എൻ്റെ ജീവിതമാകുന്ന പ്രതിസന്ധികളിൽ പ്രശ്നത്തിന് പരിഹാരം നൽകണമേ. പരിശുദ്ധ മാതാവേ, വ്യക്തമായ ജ്ഞാനവും പക്വതയും നൽകി അനുഗ്രഹിക്കണമേ. അങ്ങേ പുത്രൻ്റെ സമാധാനത്തിലും സംരക്ഷണത്തിലും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും വലയം ചെയ്യണമേ. ജീവിതത്തിൽ അനുദിനമുണ്ടാകുന്ന സമാധാനപരമായ അന്തരീക്ഷം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ നന്മയിലും സ്നേഹനിർഭരമായ പരിചരണത്തിലും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേ പരമാധികാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ വിശ്രമം കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ സമയത്തിനായി കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മാർഗനിർദ്ദേശം തേടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ ഇഷ്ടം പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വ്യക്തതയും ജ്ഞാനവും നൽകണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും ശാന്തതയും നൽകണമേ. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ ശക്തിയും ധൈര്യവും നൽകണമേ. ഞങ്ങൾ പതറിപ്പോകുന്ന നിമിഷങ്ങളിൽ മാർഗനിർദ്ദേശവും മാർഗദർശനവും നൽകണമേ. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ സംരക്ഷണവും സുരക്ഷയും നൽകണമേ. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ എന്നെ സഹായിക്കണമേ. യേശുവേ, എന്നെ രക്ഷിക്കണമേ. പിതാവേ, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടണമേ. ദൈവമേ, അങ്ങേ ദൂതന്മാരെ ഞങ്ങൾക്കായി അയക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞാൻ വിശ്വസിക്കുന്നു, ദൈവം എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ടെന്ന്. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ നന്മയിൽ ഞാൻ വിശ്വസിക്കുന്നു. തിരുവെഴുത്തുകളിൽ ഞാൻ വിശ്വസിക്കുന്നു. തിരുവചനത്തിൽ നിന്ന് മാർഗനിർദ്ദേശം തേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓ പരിശുദ്ധ മാതാവേ, ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ വളരുവാൻ, ദൈവത്തോടൊപ്പം ദൈവവചനത്തിനനുസൃതമായി ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, വെല്ലുവിളികളിൽ ശക്തിയോടെ, ധൈര്യത്തോടെ അവയെ നേരിടുവാൻ എനിക്ക് ശക്തി നൽകണമേ. യേശുവേ, സഹിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. എന്ത് ചെയ്യണം,
എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണമെന്ന ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ മാതാവേ, ജീവിതത്തിൽ പ്രതിസന്ധികളും ദുഃഖങ്ങളും പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ. ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. ഞങ്ങൾക്ക് വ്യക്തത തരണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ അങ്ങയുടെ സത്യത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വഴിയും സത്യവും ജീവനുമായ യേശുവേ, ഞങ്ങളെ വഴി നടത്തണമേ. അവിടുത്തെ കരം പിടിച്ച് ഞങ്ങളെ നടത്തണമേ. അവിടുത്തെ സംരക്ഷണം ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവെ, ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, അവിടുത്തെ സമാധാനത്താൽ ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളെയും ചുറ്റണമേ. ഞങ്ങൾക്ക് അവിടുത്തെ സംരക്ഷണം ആവശ്യമാണ്. നല്ല ദൈവമേ, ഞാൻ എൻ്റെ കഷ്ടതയിൽ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഇതാ ഞങ്ങൾ മുങ്ങിത്താഴ്ന്നു. ഞങ്ങളുടെ ജീവിതത്തിന് സ്ഥിരത തരണമേ. ഞങ്ങളുടെ സങ്കേതവും ശക്തിയുമായിരിക്കണമേ. ജീവിതത്തിൽ എപ്പോഴും അവിടുന്ന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള വചനം മുറുകെ പിടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങേ വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന സംരക്ഷണം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉരുവിടുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. യേശുവിൻ്റെ തിരുഹൃദയമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, അമ്മയിൽ ഞാൻ ആശ്രയിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ കർത്താവും രക്ഷകനുമായി എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. യേശുനാഥ, ഞങ്ങളുടെ ജീവിതം അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, ഞങ്ങളെ സഹായിക്കണമേ. പരമകരുണയുള്ള മറിയമേ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഇതാ അമ്മയുടെ സന്നിധിയിൽ സഹായം തേടി ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു. എൻ്റെ ആവശ്യ സമയത്ത് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ദൈവമാതാവേ, ഇപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ അടിയന്തര സഹായത്തിൻ്റെ നിമിഷത്തിൽ എൻ്റെ സഹായത്തിന് വരണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആദ്യമായി എൻ്റെ ജീവിതത്തെ സാമ്പത്തിക സഹായം നൽകി അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ആവശ്യമായ കൃപകൾ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും സുഖപ്പെടുത്തണമേ. ഞങ്ങൾക്ക് അമ്മയുടെ സംരക്ഷണം ആവശ്യമാണ്. ഓ പരിശുദ്ധ മാതാവേ, ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജപമാല രാജ്ഞി, ഓ മറിയമേ, സ്വർഗരാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുഃഖത്തിൻ്റെ മാതാവേ, ഏറ്റവും പരിശുദ്ധ കന്യകേ, ഞങ്ങളുടെ കർത്താവിൻ്റെ അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഓ പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെയും എൻ്റെ അമ്മയായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയമേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങളെ കൈവിടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ ഒരിക്കൽ കൂടി ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അമ്മ നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അമ്മയെ സ്തുതിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും
എല്ലാവിധ ആപത്തുകളിൽ നിന്ന് സംരക്ഷിച്ച് എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും, പെടുമരണത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, വെല്ലുവിളികളിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ. പരിശുദ്ധ മാതാവേ, കൃപാസനം പ്രസാദപരമാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.